പ്രിയപ്പെട്ട കൂട്ടുകാരെ, പീഡിയർ മാത്തമാറ്റിക്സിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ മുഴുവൻ കണ്ടന്റുകളും ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കും. എല്ലാ ആശയങ്ങളും പഠിച്ചു കഴിഞ്ഞാലും ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാലും സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പല കുട്ടികളും പ്രശ്നം അനുഭവപ്പെടാറുണ്ട്. നിരവധി ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുക എന്ന ഒരു മാർഗം മാത്രമേ ഇത് മറികടക്കാനുള്ളൂ. അപ്പൊ അത്തരമൊരു അനുഭവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിരവധി അരിത്തമെറ്റിക് സീക്വൻസിലെ സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ നിരവധി ക്വസ്റ്റ്യനിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. ഈ ക്ലാസ് അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാം, സമാന്തര ശ്രേണികളിൽ ഒരു മാർക്കും നിങ്ങൾക്ക് പോവില്ല. കൃത്യമായി ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്കും ഒരൊറ്റ മാർക്കും സമാന്തര ശ്രേണിയിൽ നഷ്ടമാവില്ല. പരീക്ഷയ്ക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിൽ പഠിച്ച മുഴുവൻ കണ്ടന്റിലൂടെ നമ്മൾ കടന്നു പോകും, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അപ്പോൾ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, അതുപോലെ തന്നെ പെൻസിൽ, ഈ കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയായി വെക്കുക. ഓരോ ക്വസ്റ്റ്യനും ഇവിടെ വരും, ക്വസ്റ്റ്യൻ കൃത്യമായി എഴുതിയെടുക്കുക. നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യും, ആ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. പറ്റിയില്ലെങ്കിൽ പ്രശ്നമില്ല, വീണ്ടും ഒന്നുകൂടി ബാക്കോട്ട് എന്റെ വീഡിയോ കണ്ടാൽ മതി, ഈ വീഡിയോ കണ്ടാൽ മതി. അങ്ങനെ നിരന്തരമായിട്ട് പ്രാക്ടീസിലൂടെ നമ്മൾ സമാന്തര ശ്രേണിയിലെ മുഴുവൻ മാർക്കും നേടാൻ പോവുകയാണ്. പരീക്ഷയ്ക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടുമെന്ന് ഉറപ്പാണ്. ഓക്കെ, തുടങ്ങാം നമുക്ക്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നോക്കുക. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. എ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. 5, 10, 15 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. Find the sum of first 20 counting numbers, 20 natural numbers. Second question, B question. Find the sum of first 20 terms of the arithmetic sequence 5, 10, 15, etc. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ. Find sum of first counting numbers. നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ്? n into n plus 1/2 എന്ന് പഠിച്ചിട്ടുണ്ട്. അത് കൂട്ടുകാർ ഓർക്കുക. അപ്പോൾ സം ഓഫ് 20 നാച്ചുറൽ നമ്പറിന്റെ സമ്മാണ് ഇവിടെ കാണാൻ പറയുന്നത്. അതായത് 20 എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ n-ന് പകരം എന്ത് കൊടുക്കണം? 20. n-ന് പകരം 20 കൊടുത്തു. 20 into 20 plus 1/2. That means 20 into 21. 20 plus 1, 21. 20/2, 10 ആണ്. അപ്പോൾ 10 into 21 equal to 210. 210 ആയിരിക്കും എന്താണ്? സം ഓഫ് 20 നാച്ചുറൽ നമ്പറിന്റെ സം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 5 plus 10 plus 15 plus etc. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് കാണുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കാണാനുള്ള സമവാക്യം, ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. തുക കാണാനുള്ള അല്ലേ? എന്താണ്? n/2 into x1 plus xn അല്ലെങ്കിൽ n/2 into 2f plus n minus 1 into d അല്ലേ? ഇതൊക്കെ വെച്ച് ചെയ്താലും ഇതിന്റെ ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. എ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഇവിടെ ബി ക്വസ്റ്റ്യൻ ചെയ്യാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ധാരാളം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കൂട്ടുകാർ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. 5 plus 10 plus 15 plus etc. എന്ന ആ സമാന്തര ശ്രേണിയിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ
5 എന്താണ് 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, 5ന്റെ ഗുണിതങ്ങളാണ് അല്ലേ. അപ്പോൾ 5 കോമൺ ആണ്, പൊതുവായതാണ്. അതങ്ങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 5 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 20 ടേംസ് അല്ലേ. 20 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 20 ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 210. അപ്പോൾ 5 ഇൻറ്റു 210 ഈക്വൽ ടു 1050. 1050. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ കൂട്ടുകാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ബി ക്വസ്റ്റ്യന്റെ ഒരു സഹായകമായി മാറാറുണ്ട്. അപ്പൊ നമുക്ക് വല്ലാതെ രീതിയിലുള്ള ഒരു ചിന്തയിലേക്കൊന്നും പോകേണ്ടതില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യനിലുള്ള ചില കാര്യങ്ങൾ ബി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ കൂട്ടുകാർ അത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Is it possible to get a difference of 100 between any terms of the arithmetic sequence 8, 15, 22, etc.? What is the position of 351 in this sequence? 8, 15, 22 എന്ന സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ? ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 351? ഇതാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാർ ഇത് കൃത്യമായിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. 8, 15, 22 എന്ന സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയിലെ രണ്ട് പദങ്ങളുടെ വ്യത്യാസം ഇതിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലായ്പ്പോഴും അതിന്റെ കോമൺ ഡിഫറൻസിന്റെ എന്തായിരിക്കും? മൾട്ടിപ്ലൈ. സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ എടുത്താലും അതിന്റെ വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതങ്ങളായിരിക്കും. അതാണ് ആദ്യം നോക്കേണ്ടത്. അതായത് ഇവിടെ 100 ആണ് പദമാണോ വ്യത്യാസമാണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. പദമാണോ എന്നല്ല, വ്യത്യാസമാണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100നെ എന്ത് ചെയ്യാം? ഇതിലെ പൊതുവ്യത്യാസം എത്രയാ? കോമൺ ഡിഫറൻസ് 8, 15. അപ്പോൾ 15 മൈനസ് 8, 15 മൈനസ് 8 എത്രയാണ്? 7 ആണ് ഇതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. അപ്പോൾ 100നെ എന്ത് ചെയ്യാം? 100നെ 7 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. അതുകൊണ്ട് എന്തല്ല, 100 ഒരിക്കലും എന്താവില്ല, ഈ ശ്രേണിയിലെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകില്ല. കൂട്ടുകാർക്ക് കൃത്യമായി കിട്ടിയില്ലേ? കാര്യം കിട്ടിയില്ലേ? അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യം കൂട്ടുകാർ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 351? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 351 in this sequence? അപ്പോൾ ഈ സീക്വൻസിലെ ബീജഗണിത രൂപം അതാണ് ആൽജിബ്രായിക് എക്സ്പ്രഷൻ. xn equal to dn plus f minus d. ഇതാണല്ലോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഒരു സമാന്തര ശ്രേണിയുടെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ, ബീജഗണിത രൂപം കാണാൻ നിങ്ങൾക്കറിയാമല്ലോ. dn plus f minus d അല്ലെങ്കിൽ f plus n minus 1 into d എന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ d 7 ആണ്, 7n plus f 8 ആണ്, 8 minus 7. 8 minus 7 1. അപ്പോൾ 7n plus 1 ആണ് എന്ത്? ഈ സമാന്തര ശ്രേണിയുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം, അതായത് ബീജഗണിത രൂപം, ആൽജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൽ 351 ഒരു പദം ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രാമത്തെ പദമാണ് എന്നല്ലേ ചോദ്യം. അപ്പോൾ 7n plus 1 equal to 351. 7n plus 1 സമം 351. ഈ പ്ലസ് 1 സമത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഈക്വൽ സൈനിന്റെ അപ്പുറത്തോട്ട് എന്തായിരിക്കും? -1 -1 ആയിരിക്കും. അപ്പോൾ 351 minus 1 350. അതായത് 7n ആണ് 350. അപ്പോൾ 7n 350 ആകുമ്പോൾ n എത്രയായിരിക്കും? 350 divided by 7 into എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ, ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിരിക്കും അല്ലേ. ഇവിടെ ഗുണിക്കണം എന്നുള്ള സൈനാണ് അത്
സമത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്താവും ഹരിക്കണമെന്നായിരിക്കും. അപ്പോൾ n ഈക്വൽ ടു 350 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 50 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ശ്രേണിയിലെ 50ാമത്തെ പദമാണ് 50th ടേം ആണ് എന്താണ് 350. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ ദ ആൽജിബ്രായിക് ഫോം of an arithmetic sequence is 4n plus 2. A question, write the first term and common difference of the sequence. B question, find the sum of first n terms of the sequence. C question, how many consecutive terms from first are needed to get the sum 880. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n plus 2 ആണ്. അതേ ക്വസ്റ്റ്യൻ, സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക. ബി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. സി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 880? ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കാം, ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n plus 2 ആണ്. അതിന്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും കാണാനാണ് എ ക്വസ്റ്റ്യൻ. നോക്കുക, 4n plus 2 എന്നാണ് ബീജഗണിത രൂപം. 4n plus 2 ബീജഗണിത രൂപമാണെങ്കിൽ അതിന്റെ എന്നോട് ചേർന്ന് കിടക്കുന്നത് ആരാണോ, ഏത് നമ്പറാണോ, അതായിരിക്കും എന്ത് പൊതുവ്യത്യാസം എന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ എത്രയായിരിക്കും പൊതുവ്യത്യാസം? 4n plus 2. എന്നോട് ചേർന്ന് കിടക്കുന്നവരാണ് 4 ആണ്. അപ്പോൾ 4 ആയിരിക്കും എന്ത് പൊതുവ്യത്യാസം. പിന്നെ അതിന്റെ ആദ്യപദം ചോദിച്ചിട്ടുണ്ട്. ആദ്യപദം കാണാൻ വളരെ എളുപ്പമല്ലേ? n-ന് 1 എന്ന് കൊടുക്കുക. 4n plus 2-ല് n-ന് 1 എന്ന് കൊടുത്താൽ 4 into 1 plus 2, അതായത് 4 plus 2 equal to 6. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു മാർക്ക് നേടാം. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനാണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തുക കാണുമ്പോൾ അതിൽ n ഉണ്ടായിരിക്കും. 20 പദങ്ങളുടെ തുക, 10 പദങ്ങളുടെ തുക, 100 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാലാണ് കൃത്യമായിട്ട് നമുക്കൊരു നമ്പർ കിട്ടും. പക്ഷേ ഇതിൽ n പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സമാന്തര ശ്രേണി ആയതുകൊണ്ട് തന്നെ ആ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കാണുന്നതിനുള്ള സമവാക്യം ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു അത്? Sn equal to n/2 into 2f plus n minus 1 into d. അല്ലേ? f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്, n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഇവിടെ n തന്നെയാണ്, വ്യത്യാസം അതിന് മാറ്റമില്ല. 6 f 6 ആണ് കൊടുത്തു. അതുപോലെ തന്നെ d എത്രയാണ്? 4 ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് കൊടുത്തു. അപ്പോൾ n/2 into 2 into 6 12 plus 4 into n 4n 4 into 1 4 n/2 into 12 minus 4 8 n/2 into 4n plus 8 that's equal to ഈ 4n plus 8 ലെ 4 കോമൺ ആയിട്ടുണ്ടല്ലോ അല്ലേ? 4 കോമൺ ആയിട്ടില്ലേ? ആ 4 അങ്ങ് പുറത്തെടുത്തു. അപ്പോൾ അകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? 4n plus, അപ്പോൾ 4 പുറത്തു പോയപ്പോൾ n plus 2 മനസ്സിലായില്ല? അത് എങ്ങനെയാണത്? 4 അങ്ങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ 4 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 4 into n 4n 4 into 8 കണ്ടോ? ഓക്കെ, അപ്പോൾ ഈ 4ഉം ഈ 2ഉം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. മനസ്സിലായോ? അപ്പോൾ 2n ആണ് ആ ബ്രാക്കറ്റിന്റെ പുറത്തുണ്ടാവുക. അപ്പോൾ 2n into n 2n square plus 2n into 2 4. അപ്പോൾ 2n square plus 4n ആയിരിക്കും എന്ത് അതിന്റെ ബീജഗണിത രൂപം. അതിലെ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 880 എന്ന് എഴുതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സമ്മ കാണാനുള്ള ബീജഗണിത രൂപം കിട്ടിയ സ്ഥിതിക്ക് 2n square plus 4n 2n square plus 4n equal to 880 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന n ആയിരിക്കും എന്ത് ഈ ശ്രേണിയിലെ എത്ര പദങ്ങളുടെ തുകയാണ് എന്ന് നമുക്ക് n കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. 2n square plus 4n equal to 880.
ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ സമവാക്യം നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതായത് രണ്ടാകൃതി സമവാക്യം എന്ന ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. എന്നിരുന്നാലും നമുക്ക് ചില അറിവുകൾ വെച്ചുകൊണ്ട്, നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ചില അറിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം അല്ലെ? ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതേപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2n² + 4n = 880. 2n² ലും 4n ലും 2 കോമൺ ആയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ 2 എന്ന് പുറത്തെടുത്തു. അപ്പോൾ എന്തായിരിക്കും? 2 × n² + 2n = 880യെ 440 × 2 എന്ന് എഴുതി കൂടെ അല്ലേ? ഓക്കെ, ഈ 2ഉം ഈ 2ഉം എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉണ്ടാവുക? n² + 2n = 440 അല്ലേ? ഈ n² + 2n എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് നമ്മുടെ ഐഡന്റിറ്റീസ്, ചില ഐഡന്റിറ്റീസ് ഓർമ്മ വരണം. എന്താണത്? സർവ്വസമവാക്യങ്ങൾ. എന്താണ്? a + b² n + 1 x + 1² ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ അതിന്റെ ഒരു രീതി ഉണ്ടല്ലോ, n² + 2n അല്ലേ? അതിന്റെ കൂടെ ഒരാൾ വേണം. ആരാ വേണ്ടത്? ഒരു 1 കൂടി ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ? നമുക്ക് 2n + 1 ഇതിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പഠിക്കും. എന്നിരുന്നാലും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ മുൻ അറിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ശ്രമിച്ചു നോക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മിക്സ്ചർ ഓഫ് കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് വിവിധ പാഠഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ n² + 2n + 1 ഇവിടെ +1 ആഡ് ചെയ്തു. അപ്പോൾ സമത്തിന്റെ ഇപ്പുറത്തും +1 ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂ മാറൂലേ? അപ്പോൾ ഇവിടെ +1 ആഡ് ചെയ്തു, ഇവിടെയും +1 ആഡ് ചെയ്തു. ഈ n² + 2n + 1 എന്താണ്? അത് n + 1² ആണ് അല്ലേ? n + 1² n + 1² ആണ് n² + 2n + 1 അല്ലേ? a + b² എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? a² + 2ab + b² അല്ലേ? 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ n + 1² = 441 അല്ലേ? അപ്പോൾ n + 1 എന്തായിരിക്കും? ഇവിടെ സ്ക്വയർ പോകുമ്പോൾ റൂട്ട് വരില്ലേ? ഇപ്പോൾ റൂട്ട് വരില്ലേ? അറിയാലോ. അപ്പോൾ n + 1 = √441. എത്രയാ 441 ന്റെ റൂട്ട്? എത്രയാണ്? 21 അല്ലേ? അപ്പോൾ n + 1 എത്ര കിട്ടി നമുക്ക്? 21 എന്ന് കിട്ടി. അപ്പോൾ n എന്തായിരിക്കും? 21 + 1 ഈക്വൽ സൈനിന്റെ പുറത്തോട്ട് പോകുമ്പോൾ -1 ആയിരിക്കും. അപ്പോൾ n = 20 എന്ന് കിട്ടി. അപ്പോൾ ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 880 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പദങ്ങളുടെ തുകയാണ്? ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് 880 എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ കൂട്ടുകാർ ഇതൊന്നും കൂടി കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 7, 11, 15 etc. A question, write down the algebraic expression of the sequence. B question, find the remainder when each term of the sequence is divided by 4. C question, what is the remainder when a perfect square is divided by 4? D question, prove that this arithmetic sequence does not contain perfect square. അതായത് 7, 11, 15 etc. എന്ന സമാന്തര ശ്രേണി പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് A ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ബി, ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമെത്ര? സി, പൂർണ്ണവർഗ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമെത്ര? ഡി, തന്നിരിക്കുന്ന ശ്രേണിയിൽ ഒരു പൂർണ്ണവർഗവും പദമാവില്ല എന്ന് തെളിയിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ 7, 11, 15 etc. എന്നാണ് ഇതിന്റെ സമാന്തര ശ്രേണി പോകുന്നത്. arithmetic sequence 7, 11, 15 etc. First question, write down the algebraic expression of the sequence. A question അതാണ്. algebraic expression എങ്ങനെയാണ് എഴുതുക എന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. xn = dn + f - d. d നമുക്ക് കാണാൻ അറിയാം 7, 11, 15 എന്ന സീക്വൻസ് ആണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. 11 - സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഏത് ടൈമിൽ നിന്ന് തൊട്ട് മുമ്പുള്ള ടൈം മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ 4 ആയിരിക്കും എന്ത്? കോമൺ ഡിഫറൻസ്. അപ്പോൾ 4n + f 7 ആണ്, 7 - 4, 4n + 7 - 4 = 3. അപ്പോൾ 4n + 3 ആയിരിക്കും
എന്ത് ആൽജിബ്രായിക് എക്സ്പ്രഷൻ, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എത്രയാണ്? അപ്പൊ ഇത് ഓരോ നമ്പറിന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഹരിച്ചു നോക്കാം. 7/4 റിമൈൻഡർ വിൽ ബി 3. 11/4 ശിഷ്ടം എത്രയായിരിക്കും? 3. ഏത് ഈ ശ്രേണിയിലെ ഏത് ടേമിനെയും ഏത് പദത്തെയും കോമൺ ഡിഫറൻസ് കൊണ്ട്, പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ റിമൈൻഡർ ആയിരിക്കും 3. ഇനി ഏത് ടേമിനെയും ഡിവൈഡ് ചെയ്താലും എന്തായിരിക്കും? റിമൈൻഡർ 3 ആയിരിക്കും. ശിഷ്ടം എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ. 4n + 3/4. 4n + 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബീജഗണിത രൂപമാണ്. ആ ബീജഗണിത രൂപത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഈ 4n കൃത്യമായിട്ട് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിമൈൻഡർ വിൽ ബി 3. റിമൈൻഡർ എത്രയായിരിക്കും? 3. സി ക്വസ്റ്റ്യൻ, പൂർണ്ണവർഗ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. എന്താ ഈ പൂർണ്ണവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ ശ്രദ്ധിക്കുക. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പൂർണ്ണവർഗം 4, 2ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ് അല്ലേ? 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അവിടെ എഴുതിയിട്ടില്ല, 1 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വിൽ ബി 1. അടുത്തത് പൂർണ്ണവർഗം 4 ആണ്. 4 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വിൽ ബി 0. അടുത്ത പൂർണ്ണവർഗം 3ന്റെ സ്ക്വയർ 9. 9 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വിൽ ബി 1. 60 0 1 0 1 0 അങ്ങനെ പോകും. 1ഉം 0ഉമാണ് പൂർണ്ണവർഗ സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഓക്കെ. ഇനി അത് കൃത്യമായിട്ട് കൂടുതൽ മനസ്സിലാക്കുക. ഇനി തന്നിരിക്കുന്ന ശ്രേണിയിൽ ഒരു പൂർണ്ണവർഗവും പദമാകില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. പ്രൂവ് ദാറ്റ് the arithmetic sequence does not contain perfect square. പെർഫെക്റ്റ് സ്ക്വയർ അതിലുണ്ടാവില്ല. ബിയിൽ നിന്നും സിയിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും പെർഫെക്റ്റ് സ്ക്വയർ അതിലുണ്ടാവില്ല. എന്താ കാരണം? പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ 1ഉം 0ഉം എന്ത് വരണം? 4 കൊണ്ട് ഡിവൈഡ്. 4 ആരാണ് ഇവിടെ? കോമൺ ഡിഫറൻസ് ആണ് എന്ന് ഓർക്കണം, പൊതുവ്യത്യാസമാണെന്ന് നോക്കണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1ഉം 0ഉമാണ് പൂർണ്ണവർഗമാണെങ്കിൽ, പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം. പക്ഷേ നമ്മളെ ഈ സീക്വൻസിൽ 7, 11, 15 എന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? എന്താണ്? ബിയിൽ നിന്നും സിയിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്താണ്? തന്നിരിക്കുന്ന ശ്രേണിയിൽ ഒരു പൂർണ്ണവർഗവും ഉൾപ്പെടില്ല. ഓക്കെ. അരിത്തമെറ്റിക് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ പെർഫെക്റ്റ് സ്ക്വയർ. പറഞ്ഞൂടെ? കൂടുതൽ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ കാണുക, കൃത്യമായിട്ട് ക്ലിയർ ആവും അല്ലെ? ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. നോക്കി മനസ്സിലാക്കിയതിനു ശേഷം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, റൈറ്റ് ദ ഫസ്റ്റ് ഇന്റിജർ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1/7, 2/7, 3/7 etc. B question, what is the sum of the first 7 terms of the sequence? അതായത് 1/7, 2/7, 3/7 etc. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പൂർണ്ണസംഖ്യാ പദം ഏതാണ്? ബി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. ചെയ്തു നോക്കാം. ഓക്കെ, write the first integer term of the arithmetic sequence 1/7, 2/7, 3/7 etc. ആദ്യത്തെ പൂർണ്ണസംഖ്യാ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ആ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1/7, 2/7, 3/7 അങ്ങനെ പോയി കഴിഞ്ഞാൽ 7/7 എത്രയാണ്? 1 ആണ്. അപ്പോൾ 7/7 1 is the first integer term. ആദ്യത്തെ പൂർണ്ണസംഖ്യാ പദം എത്രയാണ്? 1 ആയിരിക്കും. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക കാണാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രേണിയിലെ പരിശോധിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. 7 പദങ്ങളേ ഉള്ളൂ, നമുക്ക് എഴുതി നോക്കാം. 1/7, 2/7, 3/7, 4/7, 5/7, 6/7, 7/7. സം കാണാനുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് പോവേണ്ടതില്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടും. ഇതിൽ 1/7 എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ്, പൊതുവായിട്ടുള്ളതാണ്. 1/7 പുറത്തെടുത്തു.
ബാക്കി 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7. ഓക്കെ, അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 എന്താണത്? 7 നാച്ചുറൽ നമ്പറിന്റെ സം. ഓക്കെ, കൗണ്ടിങ് നമ്പറിന്റെ സം 7. ആദ്യത്തെ 7 കൗണ്ടിങ് നമ്പറിന്റെ സം ആണ് അല്ലേ? അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 7 എന്താണ്? n into n plus 1/2. പഠിച്ചാലേ n എത്രയാണ് ഇവിടെ? 7 ആണ്. 7 into 7 plus 1/2. 7 into 8/2. 7 and 7 will get cancelled. 2 4s are 8. 1 into 4 4. അപ്പോൾ എത്രയായിരിക്കും സം? ഈ ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ 2 മാർക്കിന്റെ ചോദ്യം ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിംഗ് ദ ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100, 107, 114 etc. by 7? B question, write the sequence of all 3-digit numbers which leaves remainder 3 on division by 7. Which is the last term of the sequence? 100, 107, 114 etc. എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് എ ക്വസ്റ്റ്യൻ. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ ഈ ശ്രേണിയിലെ അവസാന പദം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്തു നോക്കാം. 100, 107, 114 എന്ന സമാന്തര ശ്രേണികളെ പദങ്ങളെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം റിമൈൻഡർ എത്രയാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ 2 ആയിരിക്കും അതിന്റെ റിമൈൻഡർ. അതുപോലെ തന്നെ 107 ഡിവൈഡഡ് ബൈ 7 2 ആയിരിക്കും അതിന്റെ റിമൈൻഡർ. ഇനി ഇതിലെ 7 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂട്ടുകാർ പ്രത്യേകം ആലോചിക്കണം. 7 എന്ന് പറഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് അല്ലെ? 100, 107, 114 അല്ലെ? അപ്പോൾ 7 ആണ് പൊതുവ്യത്യാസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? ഒരേ റിമൈൻഡർ ആയിരിക്കും അല്ലെ? അപ്പോൾ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ്. 107നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ്. ഇനി 114നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? 2 ആയിരിക്കും. ഈ ശ്രേണിയിലെ ഈ സീക്വൻസിലെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏത് പദത്തെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലെ? പദമാണോ എന്ന് നോക്കാൻ, ടേം ആണോ എന്ന് നോക്കാൻ നമ്മൾ ഈ ഒരു വിദ്യ ഉപയോഗിച്ചത് കൂട്ടുകാർ പ്രത്യേകം ഈ സമയത്ത് ഓർക്കുക. ഓക്കെ, അപ്പോൾ 2 ആയിരിക്കും അതിന്റെ റിമൈൻഡർ. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് write the sequence of all 3-digit numbers which leaves remainder 3 on division by 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന എത്രയാണ്? 3 റിമൈൻഡർ വരുന്ന 3-digit നമ്പറിന്റെ സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞത്. കൂട്ടുകാരെ കൃത്യമായിട്ട് നോക്കുക. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സമാന്തര ശ്രേണി 100 ആയപ്പോൾ റിമൈൻഡർ എത്രയായിരുന്നു? 2 ആയിരുന്നു അല്ലേ? അപ്പോൾ 101 ആകുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അധികം നമ്മൾ കാട് കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എ പാർട്ടിൽ നിന്ന് ബി പാർട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ 100 ആയപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. അപ്പോൾ 101 ആകുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 31 ആയിരിക്കും. അപ്പോൾ 11 minus 8 എത്രയായിരിക്കും? റിമൈൻഡർ വിൽ ബി 3 കണ്ടോ? അപ്പോൾ 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് കൂട്ടി എഴുതുക, അത്രേ ഉള്ളൂ. 100 101 എഴുതി, 107 എന്തായി? 108, 114 ഉണ്ടാവും, 150. അങ്ങനെ ഓരോ നമ്പർ കൂട്ടി എഴുതി കഴിഞ്ഞാൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയും അല്ലേ?
അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ കൂട്ടുകാർ പ്രത്യേകം വെക്കണം. ഇവിടെ റിമൈൻഡർ 2 ആണ്. ആ റിമൈൻഡർ 2 ഉള്ളത് എന്തായി 3 ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു നമ്മള് ഇവിടെ ഒന്ന് കൂട്ടി. അത്രേ ഉള്ളൂ. 100 ഉള്ളത് 101 ആയി, 107 ഉള്ളതായി 108 ആയി, 114 ഉള്ളത് 115 ആയി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇതില് which is the last term of the sequence. ഈ സീക്വൻസിലെ ഇങ്ങനെ പോകുന്ന സീക്വൻസിലെ അവസാനത്തെ പദം ടേം ഏതാണെന്ന് ചോദിച്ചു. മൂന്നക്ക സംഖ്യകളാണല്ലോ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999 അല്ലേ? 999. അപ്പൊ നമുക്ക് 999 7 ആണല്ലോ. അവിടെ കോമൺ ഡിഫറൻസ് അല്ലെ, പൊതുവ്യത്യാസം 7 ആണല്ലോ. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. അപ്പോൾ 999നെ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? എല്ലാവർക്കും ഹരിക്കാൻ അറിയില്ലേ? എല്ലാവർക്കും ഡിവിഷൻ അറിയില്ലേ? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം എത്രയാണ്? 5 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഉപയോഗിച്ച ആ വിദ്യ ഒന്ന് മനസ്സിലേക്ക് ഓടി വരണം, ആ ലോജിക് വരണം. 5 99 ആയപ്പോൾ 5, അപ്പോൾ 98 ആകുമ്പോൾ 4, 97 ആകുമ്പോൾ 3. നമുക്ക് വേണ്ടത് 3 അല്ലേ? നമുക്ക് വേണ്ടതല്ലേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന സമാന്തര ശ്രേണികളിലെ ഏറ്റവും അവസാനത്തെ പദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ 599 ആവുമ്പോൾ 999 ആവുമ്പോൾ 5 റിമൈൻഡർ വരും. 998 ആവുമ്പോൾ 4 റിമൈൻഡർ വരും. 997 ആകുമ്പോൾ 3 റിമൈൻഡർ വരും. അതല്ലേ വേണ്ടത്? അപ്പോൾ ലാസ്റ്റ് ടൈം എത്രയായിരിക്കും? 997. കുട്ടികൾക്കൊക്കെ മനസ്സിലായില്ലേ? കൃത്യമായിട്ട് നോക്കി ഒന്നുകൂടി മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഫോളോയിങ് സംസ്. എ 1 + 2 + 3 + etc. + 100. ബി 1 + 3 + 5 + etc. + 99. സി 2 + 4 + 6 + etc. + 100. ഡി 3 + 7 + 11 + etc. + 199. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് കൂട്ടുകാർ എഴുതിയെടുക്കുക. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഫോളോയിങ് സംസ്. എ ബി സി ഡി 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ 1 + 2 + 3 + etc. + 100 ആണ്. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അത് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ കൗണ്ടിങ് നമ്പേഴ്സിന്റെ സമ്മ് കാണാനാണ് അല്ലേ? കൗണ്ടിങ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ, നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കാണാനുള്ള സമവാക്യം ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ? എന്താണ്? n × n + 1/2. n എത്രയാണ് ഇവിടെ? 100. 100 × 100 + 1/2. 100 × 101/2. 100 divided by 2 = 50. Then 50 × 101. That equal to 5050. വളരെ ഈസി ആയിട്ട് നമുക്കത് കാണാൻ കഴിയും. ഇതിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്? 1 + 3 + 5 + etc. + 99. അത് ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പറിന്റെ ഒരു സീക്വൻസ് ആണെന്ന് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര പദങ്ങളുണ്ട്? 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളിൽ ഓഡ് നമ്പറിൽ എത്ര നമ്പർ ഓഫ് ടേംസ് എത്രയാണ് എന്ന് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ആകുമ്പോൾ ഈസി ആയിരുന്നു ആദ്യത്തെ, കാരണം കൗണ്ടിങ് നമ്പേഴ്സ് ആകുമ്പോൾ 1 2 3 4 100 ആണെങ്കിൽ 100 നമ്പേഴ്സ് ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ 1 + 3 + 5 + etc. + 99 എന്നാണ്. നമുക്കറിയാം ഇതിന്റെ ബീജഗണിത രൂപം അറിയില്ലേ? 2n - 1 ആണ് ഇതിന്റെ ഓഡ് നമ്പർ സീക്വൻസ്. 2n - 1. എങ്ങനെയാ 2n - 1 കിട്ടിയത്? നോക്കി നോക്കൂ. n ന് 1 കൊടുത്തു നോക്കൂ. 2 × 1 2, 2 - 1 1. കണ്ടോ? ഫസ്റ്റ് ടേം 1. ഈ 2 കൊടുത്തു നോക്കൂ. 2 × 2 4 - 1 3. കണ്ടോ? അപ്പോൾ 2n - 1 99 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
എത്രയാണോ n കിട്ടുന്നത് അത്രയും പദങ്ങൾ, അത്രയും ടേംസ് ഇവിടെ ഉണ്ടായി. എത്രയാണ് കിട്ടിയത്? 99. അതുപോലെ തന്നെ അത് കിട്ടുമ്പോൾ n equal to എത്ര കിട്ടി? 50 എന്ന് കിട്ടി. അപ്പോൾ 50 പദങ്ങളുണ്ട്. 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പറിലെ 50 പദങ്ങളുടെ സമ്മ് കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സം ഓഫ് n ഓഡ് നമ്പേഴ്സ് അല്ലേ? n പദങ്ങളുടെ ഒറ്റസംഖ്യകളുടെ n പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യം, സമവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണത്? n സ്ക്വയർ. എത്രയാണോ ടേം അതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ 50 ടേം ആയതുകൊണ്ട് 50 സ്ക്വയർ ഈക്വൽ ടു എത്രയാ? 50 സ്ക്വയർ 2500, 2500. ഓക്കെ, ഈ സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 + 4 + 6 + etc. + 100. 2 + 4 + 6 + etc. + 100. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എത്ര പദങ്ങളുണ്ട് ഇത്? എത്ര പദങ്ങളുണ്ട് ഇത്? 2n. എന്താ 2n? ഈവൻ നമ്പറിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, ബീജഗണിത രൂപമാണ്. അപ്പൊ 2n 100 എടുത്തു കഴിഞ്ഞാൽ n എത്ര കിട്ടി? 50. ഇവിടെയും 50 ഇരട്ട സംഖ്യകളുടെ ഈവൻ നമ്പറിന്റെ സമ്മാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് n ഈവൻ നമ്പേഴ്സ്, 50 ഈവൻ നമ്പറിന്റെ സമ്മ് കാണാനുള്ള സമവാക്യം, ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണത്? n × n + 1. കണ്ടോ? നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കാണാൻ എന്തായിരുന്നു? എണ്ണൽ സംഖ്യകളുടെ n × n + 1/2 ആയിരുന്നു. ഇവിടെ എന്താണ്? n × n + 1 മാത്രമേ ഉള്ളൂ. കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ n എത്രയാണ്? 50. 50 × n + 1 51. 50 × 51 2550. അപ്പോൾ ഇതിലെ ഡി ക്വസ്റ്റ്യൻ നോക്കൂ. 3 + 7 + 11 + etc. + 199. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യും? നേരെ നമ്മുടെ ചിന്ത കണ്ടു പോകും. അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനിലേക്ക് പോകും. എന്താണ് ഇക്വേഷൻ? n/2 × 2f + n - 1 × d അല്ലേ? അപ്പോൾ ഇതിൽ n അറിയുമോ? n അറിയില്ല അല്ലേ? n എത്രയാണെന്ന് അറിയുമോ? ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. n/2 × x1 + xn, ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയാം. n നമുക്ക് അറിയുമോ? അറിയില്ല. അപ്പോൾ n കാണാനുള്ള രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അത്രത്തോളം ഒന്നും നമുക്ക് പോകേണ്ടതില്ല. എ ബി സി എന്നീ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഡി ക്വസ്റ്റ്യൻ ചെറിയൊരു യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. പക്ഷേ അത്രത്തോളം ഒന്നും നമ്മൾ കൂടുതൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല. ചെറിയ ഒരു യുക്തി ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. നോക്കൂ, ഇതിന്റെ ഫസ്റ്റ് ടേം 3 ആണല്ലോ. 3നെ ഞാൻ 1 + 2 എന്ന് എഴുതും. ഓക്കെ, 7 3 + 4 7 11 5 + 6 plus etc. + 199 99 + 100. അപ്പോൾ ഇതെന്തായി മാറി നോക്കൂ? 1 + 2 + 3 + 4 + 5 + 6 + etc. + 99 + 100. കണ്ടോ? 100 നാച്ചുറൽ നമ്പറിന്റെ എന്തായി മാറി? സം മാറി. 100 നാച്ചുറൽ നമ്പറിന്റെ സം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ? എത്രയാണത്? 5 5 0 5. ആൻസർ കിട്ടിയില്ലേ? ഇനി അതല്ല, മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കൂ. 1 3 5 + etc. + 99. അത് മാത്രം ഒരു സെറ്റാക്കി മാറ്റാം. അതെന്താണ്? നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഏതാണ്? ബി ക്വസ്റ്റ്യനിൽ സം ഓഫ് n ഓഡ് നമ്പേഴ്സ് എത്രയാണ്? 2500 അല്ലേ? ഇനി 2 4 6 etc. + 100 എന്താണ്? സം ഓഫ് 50 ഈവൻ നമ്പർ. അതിനെ നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു. അത് രണ്ടും കൂടി ആഡ് ചെയ്താലും ഈ ആൻസർ കിട്ടില്ലേ? ആൻസർ കിട്ടും. അപ്പൊ ഇത്തരത്തിൽ വളരെ ലോജിക്കായിട്ട് നമുക്ക് ചിന്തിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കടന്നു പോകണം. ആ ക്വസ്റ്റ്യനിലൂടെ കടന്നുപോക്കാണ് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോയി ഇല്ലേ? 7ഓളം ക്വസ്റ്റ്യനിലൂടെ കടന്നുപോയി. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിലാണ് ബാക്കിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ഉള്ള വീഡിയോയിൽ വരും. കൂട്ടുകാർ എല്ലാ വീഡിയോയും കൃത്യമായിട്ട് കാണുക, കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്.
വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സമാന്തര ശ്രേണിയിലെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പോവില്ല എന്ന് എൻ്റെ വാക്കാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്നോടൊപ്പം എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ PDR മാത്തമാറ്റിക്സിൻ്റെ ഇന്നത്തെ സെക്ഷൻ ഈ പാർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.